ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. നെക്സ്റ്റ് മന്തിൽ, അതായത് അടുത്ത മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ്. ഇവിടെ ഓവറോൾ കിട്ടിയ എനർജി വെച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ജാഗ്രത പാലിക്കുക. എടുക്കുന്ന ഓരോ തീരുമാനവും 1-2 തവണ സ്വയം വിലയിരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക. നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം. ഈ മാസത്തെ നിങ്ങളുടെ ഓവറോൾ എനർജിയായി ലഭിച്ചിരിക്കുന്നത് കിങ് ഓഫ് സോർഡ്സ് എന്ന കാർഡാണ്. അധികാരത്തിൻ്റെയും ബുദ്ധിയുടെയും പ്രതീകമാണ് ഈ കാർഡ്. ബുദ്ധിക്കാണ് വികാരത്തേക്കാൾ പ്രാധാന്യം എന്ന് പറയുന്ന കാർഡാണിത്. നിങ്ങളുടെ കരിയറിൽ വ്യക്തത, സത്യസന്ധത, കാര്യക്ഷമത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നേരായതും കഴിവുള്ളതുമായ പെരുമാറ്റത്തോടെ ഈ മാസം കരിയറിനെ സമീപിക്കുക. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ യുക്തിയോടെ, സ്വന്തം സിറ്റുവേഷൻസിനെ പരിഗണിച്ച് വ്യക്തമായ മനസ്സോടെ എടുക്കുക. അതുപോലെ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ആശയവിനിമയത്തിൽ ശ്രദ്ധിക്കുക. ചെറിയ തോതിലുള്ള മുറിവുകളോ അപകടങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ അങ്ങനെ ആർക്കോ ആവാം. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ചിലർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സർജറി പോലെ എന്തെങ്കിലോ അങ്ങനെ എന്തോ ഒന്ന് ഹോസ്പിറ്റൽ കേസ് വരാനുള്ള സാധ്യതയും ഈ മാസം ഉണ്ടാകും. കരിയറിൽ നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന എന്തോ ഒന്ന് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു അധികാരമോ മറ്റോ. ഏസ് ഓഫ് വാൻസിൻ്റെ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു മാജിക് വാൻഡ് പിടിച്ചിരിക്കുന്ന ഒരു കൈ. ഈ വാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തും നേടാനാകും. പക്ഷേ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന പോലിരിക്കും അതിൽ നിന്ന് ലഭിക്കുന്ന റിസൾട്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുക. ഈ മാസത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ടാകും എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയത് ദ ലവേഴ്സ് എന്ന കാർഡാണ്. നിങ്ങളെ ആരെങ്കിലും നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നിങ്ങൾക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ നിർബന്ധിതരാകും. ചിലരുടെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരും. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്തുമാകാം, മറ്റൊരു വ്യക്തി തന്നെ ആവണമെന്നില്ല. വർക്ക് പ്രഷർ, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ഒപ്പം നിങ്ങൾക്ക് പാരവയ്ക്കുന്ന ഫ്രണ്ട്സോ ഫാമിലി മെമ്പറോ അങ്ങനെ ആരുമാകാം. ഇത് ചിലരുടെ മാത്രം എനർജിയാണ്. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. 5 ഓഫ് കപ്സ് എന്ന കാർഡ് പറയുന്നു, നിങ്ങൾ മുമ്പ് ഉപേക്ഷിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഒരു ജോലിയാകാം, സിറ്റുവേഷൻ ആകാം, ഓഫർ ആകാം, വീടാകാം, സ്ഥലമാകാം, ഈവൻ ഒരു വ്യക്തിയുമാകാം. അതായത് സൗഹൃദമോ അങ്ങനെ എന്തോ. ഇപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അത് ഉപേക്ഷിക്കേണ്ടായിരുന്നു എന്ന്. ഇത് ഒരു എക്സാമ്പിളിൽ കൂടെ പറയാം. ചില വീഡിയോസ് കണ്ടിട്ടില്ലേ, ഒരാൾ ഒരുപാട് ദിവസങ്ങളെടുത്ത് ഒരു നിധിക്ക് വേണ്ടി കുഴിയെടുക്കുന്നു. അവസാനം മടുത്ത് ആ പണി ഉപേക്ഷിച്ച് പോകുന്നു. വേറൊരാൾ അതേ കുഴി പിന്നീട് കുഴിക്കുന്നു. വളരെ നിസാരമായി, അനായാസത്തിൽ ആ നിധി രണ്ടാമത്തെ ആൾക്ക് ലഭിക്കുന്നു. അതുപോലെ എന്തോ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള സത്യാവസ്ഥ, ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ചിലർക്കാണെങ്കിൽ പുതിയ തുടക്കത്തിന് വേണ്ടി എന്തോ ഒരു വെളിച്ചം, ഒരു ഐഡിയ, ഓഫർ നിങ്ങൾക്ക് ഈ മാസം പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ് ഈ മാസം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. താങ്ക് യു ഡിയേഴ്സ്.